ഹായ് ഹലോ. ഇന്നത്തെ വിശേഷം, നമുക്ക് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട്. നല്ല പിടയ്ക്കുന്ന കരിമീൻ കായലിൽ നിന്ന് മുങ്ങി പിടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. നല്ല പച്ച കരിമീൻ 2-3 വലുതും ബാക്കിയൊക്കെ ചെറുതുമാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന നല്ല പച്ച മീനുണ്ടല്ലോ, അതും കായലിലെ ആ മീൻ നമ്മളങ്ങോട്ട് കറി അങ്ങോട്ട് തിളയ്ക്കുന്ന ഉടനെ തന്നെ നല്ല മണമാണ്. സത്യം പറഞ്ഞാൽ ആ മീൻ വേണ്ട, ആ ഒരു മീൻ തിളച്ച് കഴിയുമ്പോൾ, വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ചാറ് കൂട്ടി നമുക്ക് രുചിയായിട്ട് ചോറുണ്ണാം. അത്ര ടേസ്റ്റാണ്. കൊല്ലത്ത് വരുമ്പോഴേ നമ്മളെ വീട്ടിൽ കൊണ്ട് തരും, മുങ്ങിപ്പിടിച്ച് വീട്ടിൽ കൊണ്ട് തരും കരിമീൻ. അപ്പോൾ ഞാൻ ആ കരിമീനൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി ഞാനത് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നെത്തോലിയുണ്ട്. അപ്പോൾ ആ നെത്തോലി ഞാൻ കട്ട് ചെയ്തിട്ട് ആ നെത്തോലി പൊരിച്ചിട്ട് മറ്റേത് കറി വെക്കാമെന്ന് വിചാരിച്ച്, കുടംപുളി ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പോൾ നെത്തോലിക്കകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, കോൺഫ്ലോർ, ഉപ്പ്, ഇതെല്ലാം കൂടെ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചേക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള നെത്തോലി പൊരിച്ചെടുക്കാം. അതായത് ഈ കോൺഫ്ലോർ ഇടുമ്പോഴാണേ നല്ല നല്ല മൊരാന്നിരിക്കും ആ നെത്തോലി. ഏത് മീൻ പൊരിച്ചാലും ഞാൻ കുറച്ച് കായപ്പൊടി ഇടും, പിന്നെ കോൺഫ്ലോറും ഇടും. അപ്പോൾ നല്ല മൊരിഞ്ഞ പൊരിച്ച മീൻ കഴിക്കാം നമുക്ക്. നെത്തോലി അങ്ങോട്ട് അരപ്പ് തേച്ച് 10 മിനിറ്റ് മാറ്റി അവിടെ വെച്ചേക്കുക. എന്നിട്ടിനി നമുക്ക് പിന്നെ കരിമീൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇച്ചിരി പാടായിരുന്നു, വലുത് 2-3 ഉണ്ടായിരുന്നു. അപ്പം അത് പീസാക്കാൻ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും വേണ്ട, ഞാൻ കുടംപുളി ഇട്ടാണ് ഇത് വെക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുക. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ശകലമല്ല ഇച്ചിരി തോനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ശകല ഉലുവ ഇട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റുക കേട്ടോ. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കഴിക്കാം. നമുക്ക് അവിടെ തങ്കശ്ശേരിയിൽ പോകാമെന്നുണ്ടെങ്കിൽ ആ ബോട്ടിൽ പിടിച്ചുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ വള്ളത്തിൽ പിടിച്ചുകൊണ്ട് വരുന്ന മീൻ നമുക്ക് ലേലത്തിൽ മേടിക്കാം. 1-2 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രഷ് മീൻ കിട്ടും. പിന്നെ നമുക്ക് കായലിലെ മീൻ കിട്ടും. ഇച്ചിരി വില കൊടുക്കണം, എന്നാലും നല്ല മീൻ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ നെത്തോലി 10 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ നമുക്ക് നെത്തോലി പൊരിച്ചെടുക്കാം. ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ നെത്തോലി പൊരിക്കാനുള്ള പാത്രം വെച്ച്, അപ്പം മറ്റേ മീൻ കറിക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും പൊടി ഇട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കും. അതിന് ശേഷം കുടംപുളി നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, കുടംപുളി നമ്മൾ കറി വെക്കുന്നതിന് മുമ്പ് നമ്മൾ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെക്കും. കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ വെള്ളം പിഴിഞ്ഞൊഴിച്ച് ആ കുടംപുളിയും കൂടെ ആ കറിക്കകത്തോട്ടങ്ങ്
ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ ഈ മീനെ പറക്കി അതിനകത്തോട്ടിടും. എന്നിട്ട് നല്ല കുറുകുറാന്ന് ലാസ്റ്റ് പറ്റി കുറുകുറാന്ന് വരും. നല്ല ടേസ്റ്റാണ്. കുടംപുളി ഇട്ട് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ കുടംപുളി ഇട്ട് ഞാൻ കരിമീൻ വെച്ച് നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പം ചെയ്ത എന്താണെന്ന് വെച്ചാൽ കായപ്പൊടി ഇടാനായിട്ട് വിട്ടുപോയി. കോൺഫ്ലോർ എടുത്തുകൊണ്ട് വന്ന് അതിട്ടപ്പോഴത്തേക്കിനും കായപ്പൊടിയുടെ കാര്യം അങ്ങ് മറന്നുപോയി. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴത്തേക്കിനും കായപ്പൊടിയും കൂടെ അപ്പം ഇട്ടാലും മതി. നന്നായിട്ടൊന്ന് പുരട്ടി യോജിപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇടുക കേട്ടോ. കായപ്പൊടി നല്ല ടേസ്റ്റാണ് മീൻ പൊരിക്കുന്നതിന്. മീൻ കറിക്ക് കുടംപുളി ഇട്ട് വെച്ചിരുന്ന വെള്ളവും 2 കഷ്ണം കുടംപുളിയും കൂടെ ഇട്ട് അതിനുശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചപ്പോൾ മീൻ കഷ്ണങ്ങൾ പറക്കിയിടുക കേട്ടോ. അപ്പോഴത്തേക്കിനും നെത്തോലി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പില് നല്ല ക്രിസ്പി ആയിട്ട് നെത്തോലി നല്ല ഫ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ഇത് നല്ല പാകം ഒന്നാവട്ടെ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് പറ്റട്ടെ. അപ്പം ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ നെത്തോലി പൊരിച്ചതും കരിമീൻ കുടംപുളി ഇട്ട് വെച്ചതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി ചൂട് ചോറും ആയിട്ട് ഇതങ്ങോട്ട് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദാണ്ട മീൻകറി ദാണ്ട നല്ല തിളച്ച് ഇനി കുറച്ചുകൂടെ കിടക്കട്ടെ. ഒന്നും കൂടെ ഒന്ന് പറ്റണം. ഒരു ഇച്ചിരി ഇഞ്ചി ചമ്മന്തിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ
കാണാം. ഇതാണ്ട നല്ല വൃത്തിയായിട്ട് പറ്റിയിട്ടുണ്ട്. കണ്ട ഈ ഒരു പരുവത്തിലെടുക്കണം. അല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.